എനിക്ക് വരുന്ന മോശം കമന്റ്സ് ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്തിനാ വെറുതെ നമ്മള് സ്ട്രെസ് നമ്മള് തന്നെ കൊണ്ടിടുക. പല വിമർശനങ്ങളും നേരിടാറ്. അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും വിചാരിക്കുന്നത് ഏതാ സ്കൂളിൽ പഠിക്കും മുതലേ കറുത്തിരിക്കുന്ന കുട്ടികൾക്ക് പേരൻസ് തന്നെ ചിലപ്പോ അതും ഇതൊക്കെ പറഞ്ഞ് അവരെ ഇൻസെക്യൂർ ആക്കാറുണ്ട്. ജാതിയുടെ ആണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. ചില സിനിമകൾ നമ്മൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു. നമുക്ക് അന്ന് കിട്ടിയ സൗകര്യം ആ സിനിമയ്ക്ക് പോകുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ സ്വാഭാവികമായിട്ടും. നമ്മള് കുറച്ച് സിനിമ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു സമയം. അപ്പൊ അന്ന് അങ്ങനെ നമുക്കൊരു വോയിസ് ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ അത് ഞാൻ ഇത് വലിയ അങ്ങനെ വിഷമമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതൊക്കെ അപ്പുറത്തേക്ക് ബാധിക്കുന്ന ഇതൊക്കെയാണ്. ലഹരി ഒന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ ഡേറ്റ് ആവാറുണ്ട്. ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഇത് വേണം, നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു AC റൂം വേണം, കാരവാൻ വേണം എന്നൊന്നും പറയാനുള്ള സ്പേസ് ഇല്ല. സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ ഇന്നൊരു അതിഥിയുണ്ട്. അനാർക്കലി, സ്വാഗതം. നമസ്കാരം. പുതിയൊരു സിനിമ അല്ലെ, അമല. എന്താണ് അമല പറഞ്ഞു വെക്കുന്നത്? അമല സാധാരണ ഒരു സൈക്കോ കില്ലർ സിനിമയാണ്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമാണോ? സൈക്കോ ഉറപ്പായിട്ടും അത് എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനത്തെ സിനിമകള്. അങ്ങനെ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതങ്ങ് ചെയ്യാറുള്ളൂ. ഇപ്പൊ കുറെ സിനിമകളായി അല്ലെ. ഇപ്പൊ ഈയിടയ്ക്ക് ഒരു സിനിമ സൂപ്പറായി ഓടി അല്ലെ, സുലേഖ മനസ്സില ഡാൻസ്, ആ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് അടിച്ചു. അതിന്റെയൊക്കെ ത്രില്ലിലാണല്ലോ അല്ലെ. അതെ, ഉറപ്പായിട്ടും മാറിയിട്ടില്ല. ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നു, തൊട്ടടുത്ത സിനിമ വരുന്നു. ഈ സബ്ജക്ട് കേട്ടപ്പോ എന്ത് തോന്നി? ഈ സബ്ജക്ട് സത്യം പറഞ്ഞ എനിക്കൊരു 20 വയസ്സുള്ളപ്പോഴാണ് ഈ പടം ചെയ്യുന്നത്. 20 വയസ്സ്? അതെ അതെ. വയസ്സിന് പറയണ്ട. എനിക്കല്ല, എനിക്കിപ്പോ ഒരു 26 വയസ്സുണ്ട്. അപ്പൊ എന്റെ സിനിമ കരിയർ തുടങ്ങുന്ന സമയത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിച്ച ഒരു സിനിമ തന്നെയാണ് അമല. അത് ആനന്ദം കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ്. വർഷത്തെ കാത്തിരിപ്പല്ലേ? അതെ അതെ, കുറെ വർഷത്തെ കാത്തിരിപ്പ. അപ്പൊ അതുകൊണ്ട് തന്നെ പടം എപ്പോ ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും, കുറച്ചുകൂടെ അഭിനയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക്. അപ്പോ ഇത് പടം ഇറങ്ങുന്നത് ഒരു ഇത്രയും നാളിങ്ങനെ കാത്തിരുന്ന, അപ്പൊ അതിന്റെ ഒരു അത്രയും സ്പെഷ്യലാണ് സിനിമ. ഈ ഇത്രയും വർഷത്തിന് ശേഷം കാത്തിരുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഏത് കാലഘട്ടത്തിലും ഇറങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണോ ഈ സബ്ജക്ട്, ഇത്രയും വർഷം വൈകുമ്പോ? അതെ അതെ, അങ്ങനെ അതിപ്പോ ഉറപ്പായിട്ട് ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയാലും സെയിം ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണല്ലോ. അപ്പൊ അതിന് ഇത്തരം സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതെ, അതിൽ നിന്ന് വ്യത്യസ്തത എന്തായിരിക്കും പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുക എന്ന് തോന്നാൻ കാരണം? അങ്ങനെ ചോദിച്ചാ സിനിമയില് കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ മൂമെന്റ്സ് ഉണ്ട് പടത്തില്. അപ്പം അതില് ഒരു ഉറപ്പായിട്ടും നമ്മൾ ഏത് സൈക്കോളജിക്കൽ ത്രില്ലർ, സൈക്കോ കില്ലർ സിനിമാസ് എടുത്ത് നോക്കിയാലും എല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ്. ഒരു എല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു സെയിം. അതായത് ആദ്യം ഒരു സംഭവം നടക്കുന്നു, പിന്നെ അതിന്റെ ഇടയിൽ ഈ എല്ലാ സൈക്കോ കില്ലേഴ്സിനും അവർക്ക് ലീവ് ചെയ്യാൻ ഒരു നോട്ട് ഉണ്ടാവും. ഒരു എന്താ അവര് ചെയ്ത കൊലപാതകമാണെന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മള് എല്ലാ ത്രില്ലർ മൂവീസ് എടുത്ത് നോക്കിയാലും ഇതിന് ഒരേ സ്വഭാവം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്വഭാവം, ആ പാറ്റേൺ തന്നെയാണ്. ഒരു ബാക്ക് ടു സ്റ്റോറി ഉണ്ടാവും. അതെ അതെ, അവരത് ചെയ്യാനൊരു കാരണം ഉണ്ടാവും. അവര് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പൊ എല്ലാ സിനിമയിലും ചെയ്യുന്നതിന് മുമ്പ് അവരൊരു അടയാളോ അല്ലെങ്കിൽ അവർക്ക് കൊല്ലുന്നതിന് ഒരു രീതി ഉണ്ടാവും. അത് എന്തായാലും അത് എങ്ങനെ പിടിക്കാൻ വേണ്ടി കുറെ പോലീസുകാർ ഓടുന്നുണ്ടാവും. അപ്പൊ ആ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഉറപ്പായിട്ടും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഈ സൈക്കോ കില്ലറിന് ഉള്ള സ്വഭാവമാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിന്റെയും ഇന്റർവ്യൂ ഇപ്പൊ എടുത്തിരുന്നു. ഒരു ഓർത്തഡോക്സ് ഫാമിലി എന്ന് വരുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഡയറക്ടർ. അവരൊത്തിരി കഷ്ടപ്പാടിലൂടെയാണ് ഈ സിനിമയിലേക്ക് എത്തിയെന്ന് പറഞ്ഞത്. ഇപ്പോഴും അവർക്ക് ടെൻഷനുണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് അവര്. എനിക്ക് അവരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എനിക്കും മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോഴും അവർ പറയുന്നത് ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
ഒരു ഹസ്ബൻഡിന്റെ ഒരു ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഭാര്യ. അതാണ് പ്രൊഡ്യൂസറിന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് വേണ്ടി സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് വരെ പല കുറ്റങ്ങളും ഏറ്റുവാങ്ങി. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് തന്നെ അനാർക്കലിയും വരും അല്ലെ. ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ട്, എന്നും അന്നും ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ, ഫാമിലിയൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെ ഓർത്തെടുക്കും? വർഷങ്ങളായി സിനിമ ഷൂട്ട് ചെയ്തിട്ട്, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നും ഫോണിലൊക്കെ വന്ന് ഇപ്പോഴായിരിക്കും ഒരുമിച്ചൊക്കെ ഒന്ന് കാണുന്നത്. എങ്ങനെ തോന്നുന്നു? ഇല്ല, നമ്മൾ കഴിഞ്ഞ 6 വർഷത്തിലും സ്ഥിരം കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. നിഷാദക്കയുടെ വാട്സാപ്പ് ഡി പി ഇപ്പോഴും ആദ്യം കണ്ടിരുന്ന അതേ വാട്സാപ്പ് ഡി പി ആണ്. അപ്പൊ ഞാൻ ആദ്യം ഇവരുടെ നോക്കുമ്പോ ഇത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ തരുമല്ലോ, പുള്ളിയുടെ ഫോട്ടോ നോക്കുമ്പോ ഇത് ആരും ഈ ഒരു പയ്യനാണല്ലോ, ഇപ്പോഴും അതേ ഫോട്ടോ തന്നെയാണ്. അപ്പൊ എനിക്കത് ഇന്ന് ആക്ച്വലി എടുത്ത് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്നു. അങ്ങനെ അതേ ഫോട്ടോ പുള്ളി ഇപ്പോഴും. ഇവര് അത്യായിട്ട് ഒരു മാതൃകാ കപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ ഇവരെ വിളിക്കാം. കാര്യം അത്രയും നിഷാദക്കയുടെ ആഗ്രഹങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചാ നമുക്കൊരു ഒരു ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാളാണ് മൂസീത്ത. കാര്യം ഇത്രയും നാളും അവരുടെ ഗ്രോത്തും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഇവര് സാധാരണ ഒരു സിനിമ എടുക്കാൻ ഒരുങ്ങിയിട്ട് അതിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം ഈ പൊസിഷനിൽ എത്തുമ്പോൾ അവര് പണ്ടത്തിൽ നിന്നും എങ്ങനെയാണ് മാറിയത് എന്ന് വളരെ എവിഡന്റ് ആണ് എനിക്ക് പേഴ്സണലി. അപ്പം അവരുടെ ഓരോ ഒരു പെയിനും ഈ പടം തീർക്കാനാണെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിലും, ബിക്കോസ് ദേ ആർ കംപ്ലീറ്റ്ലി ന്യൂ ടു ദിസ് ഫിലിം തിങ്. അപ്പം ഇവർക്ക് ആ സിനിമയോടുള്ള ആഗ്രഹവും പുള്ളിക്ക് ഒരു സിനിമ എടുക്കണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹം കൊണ്ട് മാത്രം എടുത്തൊരു സിനിമ അവസാനം ഇങ്ങനെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്രയും മീഡിയ ആൾക്കാരെയൊക്കെ വിളിച്ച് അവരെ ഇറക്കാൻ കാണിക്കുന്ന ആ സിനിമയോടുള്ള അവരുടെ സ്നേഹം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിഷാദ് പറഞ്ഞ പോലെ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ മോനായിരുന്നു അദ്ദേഹം. ആ വാപ്പായും ഉമ്മയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ആ മോനെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസറിന്റെ വാപ്പയുടെ കഥയൊക്കെ എന്നോട് പറഞ്ഞപ്പം അവരൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ നിന്നും ബാക്ക് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് പുറകിട്ട് വലിച്ചെങ്കിലും ആ പ്രൊഡ്യൂസർ ഹസ്ബൻഡിന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും, ഞാൻ പിന്നിലുണ്ട്. അതെ, കുറെ എനിക്കൊന്നും ഇവർക്ക് എതിരായിട്ട് നിന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങൂല, ഇത് ഇങ്ങനെ ഇരിക്കും എന്ന് അവരെ നിരുത്സാഹപ്പെടുത്തിയ കുറെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ എന്നുവെച്ചാൽ ഇവർക്ക് അങ്ങനെ സഹായം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, എന്നിട്ട് ഇവരുടെ മക്കളും. കാരണം ഇവരെല്ലാ പരിപാടിക്കും ഇവർ പോകുമ്പോൾ ഇവരുടെ മക്കളെയും കൊണ്ടുപോവുക. അങ്ങനെ ഇത് എല്ലാം ഇവർ ഫാമിലി ആയിട്ടാണ് ഇവർ മൊത്തത്തിൽ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കുടുംബവും പോലും ഉറപ്പായിട്ടും മുസ്ലിംസ് ആയതുകൊണ്ട് ഒരു അങ്ങനെ കുറച്ച് ഓർത്തഡോക്സും ആയതുകൊണ്ട് തന്നെ സിനിമകളോട് അത്ര ഭ്രമം ഇല്ലാത്ത കുടുംബം തന്നെ ആയിരിക്കണം ഇവരുടെ. അപ്പം ഇതിനെയൊക്കെ ഒരു 6 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ പുറകെ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഏതെങ്കിലും പോയിന്റിൽ ഇപ്പൊ ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് മടുത്തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോ എന്നാ ഇതൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ എന്നിട്ടും അവര് അതിനു വേണ്ടി കാശ് മുടക്കി ഇത് ഇറക്കണം. അത്രയും സ്നേഹമുണ്ട് ഇതിനോട്. അതൊരു കലയെ സ്നേഹിക്കുന്നുണ്ടാവും. അതെ, അവർ ആ കലയെ സ്നേഹിക്കുന്നുണ്ട്. കലയോടുള്ള സ്നേഹമാണ്, പണത്തിനപ്പുറത്തേക്ക് ഒരു കലയോടുള്ള സ്നേഹമാണ്. എനിക്ക് തോന്നിയിട്ടില്ല അവരൊരു ഫിനാൻഷ്യൽ വേണ്ടിയല്ല. അവർക്ക് ആ സിനിമ അവരുടെ കുട്ടിയെ പോലെ നോക്കി നടത്തി വളർത്തിയ ഒരു സിനിമയാണ്. ആ കുട്ടി ഇപ്പം പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി, തിയേറ്ററിലേക്ക് കൊടുക്കുവാണ് അല്ലെ. തിയേറ്ററിലൊന്നും വരുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഞാനൊരു പോയിന്റിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതിനോടുള്ളൊരു അങ്ങനെ ഇനിയിപ്പോ അത് നോക്കണ്ടെന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പം ഇറങ്ങൂലെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞെട്ടിച്ചോണ്ട് അല്ല, ഇന്ന് തന്നെയാണല്ലോ എത്ര ആളുകളെ വിളിച്ചാണ് പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഷൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ പണം മുടക്കണമല്ലോ. അതൊക്കെ പണം മുടക്കണോ. അപ്പൊ അനാർക്കലി ആണെങ്കിൽ സിനിമയോടുള്ള സ്നേഹം, ഇത്ര വർഷം മുമ്പ് അഭിനയിച്ച സിനിമയ്ക്ക് ഇന്നും വേറെ പരിപാടി ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ദിവസം കൊടുത്തിരിക്കുകയാണല്ലോ. അതും ഒരു കലയോടുള്ള സ്നേഹമാണ്. നമ്മുടെ ഒരു കൂറ് നമ്മൾ പുലർത്തണമല്ലോ. പല ആർട്ടിസ്റ്റുകളും ഇത്രയും വർഷം കഴിഞ്ഞ സിനിമയ്ക്കൊന്നും പ്രൊമോഷൻ വരാറില്ല കേട്ടോ. അതൊക്കെ ഇവിടെ ഇപ്പം ചർച്ചാ വിഷയം ആകേണ്ട സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും വർഷം എടുത്ത സിനിമയ്ക്ക് ഇനി എന്ത് പ്രൊമോഷൻ ചോദിക്കുന്ന താരങ്ങളുണ്ട്. അതിൽ അനാർക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പൊ ഇന്നും ഇതിന്റെ ഒരു പ്രൊമോഷൻ വന്നപ്പോൾ അത് മെയിനായിട്ട് എന്റെ
ഞാനിപ്പോ ആനന്ദം അഭിനയിച്ച ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോ ഉള്ളത്. അതെ. അപ്പം എന്റെ ഗ്രോത്തിന് ഇതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അമലാന്തം സിനിമ. സിനിമ നല്ലതോ മോശമോ അതൊക്കെ പ്രേക്ഷകരുടെ. പക്ഷെ എന്റെ കരിയറിൽ, എന്റെ ലൈഫിൽ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോഴായിട്ട് ബന്ധുവും അവരൊക്കെ എന്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിഷാദൊക്കെ ആണെങ്കിലും മുസീത്ത ആണെങ്കിലും ഇതിന്റെ പിന്നെ ഇപ്പം നല്ല സിനിമകളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന ഒരാളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പം ഇവരൊക്കെ ആയിട്ട് ഒരു എന്റെ കോണ്ടാക്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് വളർത്താൻ സഹായിച്ചിട്ടുണ്ട് അമല, ഉറപ്പായിട്ടും. അപ്പം എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സിനിമ അല്ല. കാരണം അത് ഈ ആ ചെറുപ്പത്തിലെ ഇത് ഇറങ്ങണം എന്ന് അത്ര ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ പോയിന്റിൽ ഞാൻ ഒരിക്കലും അതിനെ തള്ളി പറയാൻ ആഗ്രഹിക്കും. അല്ല, അതാണ് ഒരു കലാകാരിക്ക് വേണ്ടത്, എന്നും വേണ്ടത് അത് തന്നെ. അതാണ് ഞാനിപ്പോ പറഞ്ഞു വെച്ചു, അങ്ങനെയുള്ളവർക്ക് ഒരു വിജയം ഉള്ളൂ അനാർക്കലി. അല്ലാത്തവർക്കൊന്നും വിജയമില്ല, വരുന്ന പോലെ തന്നെ താഴത്തേക്ക് പോകും. അതുകൊണ്ടാണ് അനാർക്കലിലേക്ക് ഇപ്പോഴും നിൽക്കുന്നത്. എന്നും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗത്ത് നിന്നും അനാർക്കലി വരാറുണ്ട്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ പല വിമർശനങ്ങളും നേരിടാറുണ്ടല്ലേ അനാർക്കലി? ചെറുതായിട്ട് അടുത്തിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും നമ്മുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ. അതിലേക്ക് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ലല്ലോ അല്ലെ? അങ്ങനെ പറയാൻ അങ്ങനെ പറയാം എന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആൾക്കാർ ഇടപെടുമല്ലോ, അങ്ങനെയാണല്ലോ. നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നോ അല്ലേ? ഇപ്പൊ കുറവാണ് ആക്ച്വലി. ഇപ്പൊ മടുപ്പായി. അങ്ങനെ ഇപ്പൊ നമുക്കൊരു നല്ലൊരു സെക്സി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലേ വേണ്ട എന്ന് വിചാരിക്കുന്നു. കമന്റ് അങ്ങനെ ഞാൻ കമന്റ് ഒന്നും അങ്ങനെ പേടിക്കാറില്ല. പിന്നെ ആ ഒരു മൂഡില്ല, അതുള്ളത് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ അത് ഇപ്പൊ ആ ഒരു മൂഡിലല്ല. അതുകൊണ്ട് മാത്രമല്ല, ഈ നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളിലൂടെ ആയിരിക്കും നമ്മൾ ഷൂട്ട്. നമ്മുടെ ഒരു മൂഡ് നന്നാവുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ വന്ന ഏറ്റവും വലിയ മോശം കമന്റുകൾ കൃത്യമായി പ്രതികരണം നടത്തിയിട്ടില്ലേ? ഇല്ല, എനിക്ക് വരുന്ന മോശം കമന്റ് ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. ഇതുവരെ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ട് കാര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും അവർ നന്നാവാൻ പോകുന്നില്ല. അതെ, എന്തിനാ റിപ്ലൈ? നമ്മുടെ സമയവും നമ്മുടെ ഒരു മെന്റൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു റിപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്തിനാ വെറുതെ നമ്മള് സ്ട്രെസ് നമ്മൾ തന്നെ കൊണ്ടിടുക, നമ്മൾ ആ സ്ട്രെസ്സിൽ. ഞാനിതൊക്കെ കണ്ട് ചിലപ്പോ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടോ, പിന്നെ അതങ്ങ് ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ആർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതിപ്പം സെക്സി ഫോട്ടോഷൂട്ട്സ് മാത്രമല്ല, വേറെ എന്തിനോടാണെങ്കിലും, അതിപ്പോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആണെങ്കിലും ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല. പറഞ്ഞാൽ തിരിച്ചെടുക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പം എഴുതാറുണ്ടല്ലോ, നമ്മൾ പറഞ്ഞത് വേണ്ടായിരുന്നു, അയാൾക്ക് വേദനിപ്പിച്ചു എന്ന് തോന്നി തിരിച്ചെടുത്തിട്ടുണ്ടോ? ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്തായിരുന്നു. ഒരു കാളിയായിട്ടൊരു ഫോട്ടോ. അത് കുറച്ചാൾ മുൻപാണ്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ആ കമ്മ്യൂണിറ്റിക്ക് അതൊരു ബുദ്ധിമുട്ടായി എന്ന് തോന്നിയപ്പോൾ ഞാനത് മാപ്പ് പറഞ്ഞിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ തിരിച്ചെടുക്കാൻ ഉറപ്പായിട്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ അത് അൺലേൺ ചെയ്യാനുള്ള മനസ്സും കാണിക്കണം. അത് സോറി പറയാനൊക്കെ എനിക്ക് വളരെ എളുപ്പമാണ്. അത് ആ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് കുറെ ചർച്ചകൾ നടന്നു അല്ലേ? ഫോട്ടോഷൂട്ട് ഒത്തിരി ചർച്ചകൾ നടന്ന സമയമായിരുന്നു, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഒരു കമ്മ്യൂണിറ്റി വിഷയത്തിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു പ്രശ്നങ്ങളാണ്, വീട്ടിൽ നിന്നൊരു പ്രഷർ ഉണ്ടായിരുന്നു എന്തെങ്കിലും? വീട്ടിൽ നിന്നും പ്രശ്നം വെച്ചാൽ അങ്ങനെ മോശമായിട്ടൊന്നുമല്ല. അവരും അങ്ങനെ അത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രശ്നമാകുമെന്നൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. എനിക്ക് ആക്ച്വലി ആ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഇതൊരു പ്രശ്നമാവോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഫോട്ടോഷൂട്ടല്ലേ എന്നുവെച്ചാ, അതിപ്പോ ഉറപ്പായിട്ട് അവരെന്നെ വിളിക്കുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ അത് ഒരു ഫോട്ടോഗ്രാഫർ അവർക്ക് അവരുടെ ഒരു ആർട്ടായിട്ട് കാണിക്കുക. അപ്പൊ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ റീച്ച് ഉണ്ടാവും ആ ഫോട്ടോന്. അതുകൊണ്ടല്ലേ വിളിക്കുന്നത്. അതിനിപ്പം എന്താ, അതിനിപ്പം വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം.
പക്ഷെ അത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് ഓൾറെഡി കറുത്തിരിക്കുന്ന ഒരാളെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വിളിച്ചില്ല എന്നൊരു സൈഡുണ്ട്. പക്ഷെ ദ ഫോട്ടോഗ്രാഫർ വാണ്ടഡ് എ ഫെമിലിയർ ഫേസ്, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഈ നിറത്തിന്റെയും ജാതിയുടെ ഒക്കെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ സിനിമാ മേഖല ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഇല്ല എന്നോ ഉണ്ടോ എന്ന് പറയാൻ അനാർക്കലി തയ്യാറാവുമോ? അതെനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ഡിസ്കസ് പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും അത് ഞാൻ വിചാരിക്കുന്നത് അത് സിനിമയിൽ മാത്രമല്ല എന്നാണ്. എല്ലായിടത്തും ജാതി കൊണ്ടും നിറം കൊണ്ടുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മള് ഈ സിനിമ എല്ലാരും ലൈം ലൈറ്റിൽ നിൽക്കുന്നത് സിനിമ ആയതുകൊണ്ട് സിനിമയിൽ ഇങ്ങനെ അത് വളരെ ഇങ്ങനെ എല്ലാരും ശ്രദ്ധിക്കുന്ന രീതിയിൽ അത് വളരെ എവിഡന്റ് ആണ് എന്ന് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും അതെ. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ പിന്നെ കറുത്തിരിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ഒന്നുമില്ല, അവരുടെ പേരൻസ് തന്നെ ചിലപ്പോ അതും ഇതൊക്കെ പറഞ്ഞ് അവരെ ഇൻസെക്യൂർ ആക്കാറുണ്ട്. ജാതിയുടെ ആണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ മേഖലകളിലും ഉണ്ട്. അത് എനിക്കറിയില്ല, ഈ സിനിമ എന്ന് വരുമ്പോ മാത്രം ആൾക്കാര് ചർച്ച ചെയ്യപ്പെടുന്നു. സിനിമയിൽ ആ പ്രശ്നമുണ്ട്, പ്രശ്നമില്ല എന്നല്ല, പക്ഷെ പഴയ പോലെയല്ല, കുറച്ചൊക്കെ മാറി വരുന്നു. ഇപ്പൊ ഇരുണ്ട നിറമുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ചു തുടങ്ങുകയും അവരൊക്കെ റെലവെന്റ് ആവുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയിൽ നിന്ന് വേണ്ടത്ര മലയാള സിനിമയിലേക്ക് അനാർക്കലിക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? മലയാള സിനിമയിൽ ഇല്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഞാൻ ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഒന്ന്, ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് സിനിമ ഭയങ്കര സ്വപ്നം കണ്ട് വന്ന ആളല്ല ഞാൻ, ഒരിക്കലും അല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പോയപ്പോ എന്ന സിനിമയിൽ അഭിനയിച്ചേക്കാം, കുറച്ച് സജീവമായിട്ട് നിൽക്കാം മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയതൊക്കെ എനിക്ക് വളരെ ബോണസാണ്. ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും എനിക്കൊരു ബോണസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും സിനിമയിലെ അനാർക്കിലെ കാസ്റ്റിംഗ് ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? അറിയത്തില്ല എനിക്കിപ്പോ ഉണ്ടോന്ന്. ഇല്ല, എനിക്കൊന്ന് ഇടയ്ക്ക് മുടി ഒന്ന് വെട്ടിയത്, അപ്പൊ മുടി വെട്ടിയത് കൊണ്ട് കുറച്ച് വേഷങ്ങൾ നഷ്ടമായി എന്ന് ഞാൻ എവിടെയോ കേട്ടു. ജാനമനിൽ എന്തോ ഒരു വേഷം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെ നിന്നും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുടി വെട്ടിയത് കൊണ്ട് ആ വേഷം പോയി. അപ്പൊ എനിക്കത് ഭയങ്കര മുടി വെട്ടിയും പോയി. അപ്പൊ അതൊരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, നമുക്ക് അഡ്വാൻസ് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മലയാള സിനിമയിൽ പൊതുവെ നമ്മൾ കാണപ്പെടുന്നത് സ്ത്രീകൾക്ക് ഒരു മുൻതൂക്കം കിട്ടുന്നില്ല എന്ന് പൊതുവെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേതന തുല്യ വേതനം എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചകൾ കാലാകാലങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമുക്ക് വേതനം തുല്യം വേണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ബാധകമാണല്ലേ? ഇപ്പൊ അനാർക്കലി അഭിനയിക്കുന്ന സിനിമയിൽ ഇപ്പം ഒരു നായകനുണ്ടാകും, നായികയായിരിക്കാം. അനാർക്കലിക്കും അതേ വേതനം വേണമെന്ന് വാശി പിടിക്കേണ്ടതായി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ വേതനം കിട്ടാതെ പോകുമ്പോഴുള്ള സങ്കടമാണ്. നമ്മളും ചെയ്യുന്ന ഒരേ പെയിനാണ് അല്ലെ? നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ പോകുന്നു, മേക്കപ്പ് ഇട്ടിരിക്കുന്നു, രാത്രി വരെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, വരുന്നു, നമ്മളെയും കാണിക്കുന്നു. ചിലപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കാം, അവർക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുണ്ടാവില്ല, നമുക്കുണ്ടാകും. ബിസിനസിന്റെ കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ തുല്യ വേതനത്തെ കുറിച്ച് അനാർക്കലിയുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? തുല്യ വേതനത്തോടൊന്നും ഐ റിയലി തിങ്ക് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. തുല്യ വേതനത്തിന് വലിയ കാര്യമൊന്നുമില്ല. ഫെയർ പേ ആണ് ഞാൻ കൂടുതലും കാര്യം. തുല്യമായിട്ട് ഒരിക്കലും അത് കൊടുക്കുക. ഞാൻ ഈയിടെ അതായത് ഇപ്പൊ ഒരു വലിയ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കായിരിക്കും എന്തായാലും സാലറി കൂടുതൽ, കുറച്ചുകൂടെ പഠിപ്പുള്ള ആൾക്കായിരിക്കും സാലറി കൂടുതൽ. അപ്പൊ അവിടെ പക്ഷെ പണിയെടുക്കുന്നത് എന്തായാലും കീഴയിലിരിക്കുന്ന വർക്കേഴ്സ് ആയിരിക്കും കൂടുതൽ പണിയെടുക്കുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് തുല്യ വേതനം അല്ലല്ലോ കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മള് പല സിനിമകളും ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് തരാതിരിക്കുക, പറഞ്ഞ പേയ്മെന്റ് തരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേൽ കോ ആക്ടറിന്റെ വേതനത്തിന്റെ പകുതി പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ നമുക്കൊരു നല്ലൊരു എമൗണ്ട് തരിക എന്നുള്ളതാണ് നമ്മുടെ എഫേർട്ട് കണ്ട്
അത് അതിനൊരു ഇന്ന amount എന്നില്ല. നമ്മള് എന്ത് നമ്മുടെ എഫേർട്ട് കണ്ട് നമുക്ക് നല്ലൊരു amount തരാന്നുള്ളത്. അല്ലാതെ ചിലരൊക്കെ വെറുതെ ഒരു പടത്തിൽ അഭിനയിച്ച് 20,000 രൂപ തരാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അത് നടക്കത്തില്ല എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ലൈക്ക് ദിസ് പേഴ്സൺ ഇസ് വർക്കിംഗ് ദർ ഫോർ ലൈക്ക് എ മന്ത് ഓർ സോ. ആൾക്ക് 20,000 രൂപ കൊടുത്താൽ പോരാ. അതാണ്, അത്രേ ഉള്ളു. അല്ലാതെ എന്റെ മെയിൽ ആക്ടറിന് കിട്ടുന്ന അതേ കാശ് എനിക്ക് കിട്ടണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാര്യം അതിലൊരു ഡസന്റ് മേക്ക് എനി സെൻസ്. അത്രേ ഉള്ളു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ പറയുന്നത് സാധിച്ചു കിട്ടുന്നുണ്ടോ സിനിമയിൽ നിന്ന്? പെൺകുട്ടി എന്ന നിലയിൽ ഇപ്പൊ നമ്മളിപ്പോ 20,000 രൂപ 25,000 രൂപ നമ്മൾ കണക്ക് പറഞ്ഞു. നമുക്ക് ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ സിനിമയിൽ പോകുമ്പോൾ നമുക്ക് ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് നടത്തി തരുന്നുണ്ട് ഇപ്പൊ ഇവര്? ഉണ്ട്. നമുക്ക് ഞാൻ കൂടുതൽ അത് നമ്മള് നായിക ആയിട്ടാണ് ആ സിനിമയിലുള്ളതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ല ചെറിയൊരു ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ, ചെറിയ വേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പരിഗണന കിട്ടാറില്ല ഇപ്പോഴും. ഇപ്പോഴും ബേസിക് അമ്യൂണിറ്റീസ് ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ നായികയാണെങ്കിൽ കുറച്ചൊരു പ്രിവിലേജ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ചെറിയ വേഷം ചെയ്യുന്നവർക്ക് അത്ര പ്രിവിലേജ് ഉണ്ടാവില്ല. അല്ല, അനാർക്കലി പല സിനിമയിലും നായികയായിട്ട് വന്ന അനാർക്കലി ചില സിനിമയിൽ നായികയായിട്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ. ചില സിനിമയിൽ നമ്മള് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു. നമുക്ക് അന്ന് കിട്ടിയ സൗകര്യം ആ സിനിമയ്ക്ക് പോകുമ്പോൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ സ്വാഭാവികമായിട്ടും? എന്താ പറയാ, ഞാൻ പിന്നെ അത് ഞാൻ ഇത് വലിയ ഇങ്ങനെ വിഷമമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതൊക്കെ സാരമില്ലാന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ നമ്മൾ സാരമില്ല എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും നമ്മൾ അതേ നിലയിലേക്ക് പോകേണ്ടതായി വരുള്ളൂ. സാരമില്ല, എനിക്കിത് മതി, അല്ല എന്റെ ഹോട്ടലിൽ ഇത് മതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വീണ്ടും അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ അത് അന്ന് ഹോട്ടലിൽ കൊടുത്തപ്പോൾ കുഴപ്പമില്ല, അപ്പൊ അദ്ദേഹം തന്നെ ആയിരിക്കും അടുത്ത സിനിമ, അത് അവിടെ തന്നെ കൊടുത്താമെന്ന് ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് പോകത്തില്ലേ? നമ്മൾ അപ്പോൾ പറഞ്ഞാലേ നമുക്കൊരു കാര്യങ്ങൾ നടക്കാൻ കഴിയും. ഞാനൊരു മെയിൻ നായിക ആയിട്ട് സിനിമ ചെയ്യുന്നത് ഇപ്പം ഉറപ്പായിട്ട് സുലേഖ മനസ്സിലാണ്. അതിനുശേഷം ഞാൻ വളരെ പറയുകയാണെങ്കിൽ അതിനുശേഷം സിനിമ ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ എന്ത് പറയും? അപ്പൊ അങ്ങനെയല്ല, എനിക്ക് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഉറപ്പായിട്ടും ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്ത് വന്നത്. അപ്പം അങ്ങനെ അത്ര നല്ല സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പലപ്പോഴും നല്ല നല്ല വീരൊക്കെ ഉള്ള സമയത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുക, നമുക്ക് ചിലപ്പോൾ ഒരു പ്രോപ്പർ റൂം പോലും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് ആണല്ലോ, നമ്മൾ കുറച്ച് സിനിമ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് അങ്ങനെ നമുക്കൊരു വോയിസ് ഒന്നും ഇല്ല. അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഇത് വേണം, നമുക്ക് അല്ലെങ്കിൽ ഒരു AC റൂം വേണം, കാരവാൻ വേണം എന്നൊന്നും പറയാനുള്ള സ്പേസ് ഇല്ല. അത് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ പല സിറ്റുവേഷൻസിലും രാവിലെ 6 മണിക്ക് പോവാ, നമ്മുടെ ഷോട്ടൊക്കെ ചിലപ്പോൾ രാത്രി ആയിരിക്കും, അത്രയും നേരം വെയിറ്റ് ചെയ്യുക. അത് ചിലപ്പം കുറച്ചുകൂടെ നല്ല ഒരു നായിക വേഷമാണെങ്കിൽ ചിലപ്പോൾ അത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വരത്തില്ല. നമ്മൾ ചെറിയ വേഷം ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഐ ബിലീവ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയമാണ്. അത് ഉറപ്പായിട്ട് ചൂഷണം ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ചെറിയ ആൾക്കാർ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനി എനിക്ക് സിനിമ വന്നാൽ, ഒരു ചെറിയ വേഷം വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവും. ഓൾറെഡി നായികയായിട്ട് അഭിനയിച്ചതിന് ശേഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് പഴയ സൗകര്യങ്ങൾ കിട്ടാത്തതിൽ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഞാൻ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കത്തില്ല. അത് ഐ ബിലീവ് അങ്ങനെയാണ് വേണ്ടത്. അല്ല, ഇനിയിപ്പം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ക്യാരവാൻ കിട്ടാത്ത സന്ദർഭം ഉണ്ടായി, വെയിലത്ത് തന്നെ ഇരിക്കേണ്ട സന്ദർഭം ഉണ്ടായി, രാവിലെ വിട്ട് മേക്കപ്പ് ഇട്ട് വൈകുന്നേരം ഷോട്ട് എടുക്കേണ്ടത് ചിലപ്പോൾ അന്നും ഉണ്ടാകില്ല, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. ഇനിയിപ്പം ഒരു യാത്ര വേറെയാണ്, ഇനിയിപ്പം അനാർക്കലിലെ യാത്ര വേറാണ്. അങ്ങനെ വരുന്ന മറ്റു കുട്ടികൾ കാണും, അവരോട് നമ്മളൊരു കൂറ് കാണിക്കണ്ടേ? ഇപ്പം അനാർക്കലിക്ക് ഒരു ക്യാരവാൻ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ അതിനകത്ത് ഇരുത്താനുള്ളൊരു മനസ്സ് അനാർക്കലിക്കൊക്കെ ശരിക്കും ഉണ്ടാവില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. പിന്നെ അതൊക്കെ ഉറപ്പായിട്ടും നമ്മൾ അനുഭവിച്ചതുകൊണ്ട് ഉറപ്പായിട്ടും അത് അങ്ങനെ ഞാൻ വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്റെ
നമുക്ക് നല്ല സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആക്ട് ചെയ്യുള്ളൂ. ഫുഡിലും വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ? ഫുഡിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 2 കൗണ്ടേഴ്സ് ഉണ്ടാവും എന്തായാലും. അതിപ്പോഴും ഉണ്ട്. അതിപ്പോഴും അത് എല്ലാ കാലത്തും ഉണ്ടെന്നാണ് എന്നെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോ ഒരു മീൻ പൊരിച്ച കൂടുതൽ കിട്ടും, ബീഫ് കിട്ടും. ചിലപ്പോ നമുക്കൊന്നും അത് കിട്ടിയെന്നിരിക്കത്തില്ല. അല്ല, പക്ഷെ ആക്ടേഴ്സിനെ കിട്ടും കേട്ടോ. യൂണിറ്റിലെ ചേട്ടന്മാർക്കും ചിലപ്പോ അത്രയും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നമ്മള് യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ അത്രയും വ്യത്യാസം അങ്ങനെയല്ല. ചിലപ്പോ ഒരു മുട്ട പൊരിച്ചൊക്കെ എക്സ്ട്രാ കിട്ടാറുണ്ട്. ഫ്രൂട്ട്സ് അതൊക്കെ എക്സ്ട്രാ കിട്ടാറുണ്ട്. അതൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ കുറവാണ്. ചിലപ്പോ അവർക്ക് കിട്ടുന്നുണ്ടാവും. ചിലപ്പം ഒരു ഡിഷൊക്കെ നമുക്ക് കൂടുതൽ അതൊക്കെ ആക്ടേഴ്സിനെ കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്. അതൊന്നും മാറ്റമില്ല. ഇനി ഒരു ക്യാരക്ടർ ചെയ്യണം. ഇപ്പം സിനിമയിലേക്ക് ഇങ്ങനെ തുടർന്ന് വരികയാണല്ലോ. നമുക്കൊരു ചെയ്യണമെന്ന് മനസ്സിലുണ്ടല്ലോ, ഒരേ ക്യാരക്ടർ ഉണ്ടല്ലോ, മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന് നമുക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നത് എന്തായിരിക്കും? അങ്ങനെയൊന്നും ഇല്ല. ഇതുപോലെ ഞാൻ സുലേഖ മനസ്സിലെ ക്യാരക്ടർ ഞാൻ വളരെയധികം ആഗ്രഹിച്ച്, ഈ കൂടുതലും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വരാറ്. അപ്പം ഈ സിനിമയിൽ ആക്ച്വലി ഇതൊരു വളരെ ഒതുങ്ങിയ, അങ്ങനെ അധികം സംസാരിക്കാത്ത, കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ അത് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഇനിയിപ്പോ എന്താണെന്ന് നോക്കണം. ആഗ്രഹിച്ച അങ്ങനെയൊന്നും ഇല്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ ഏതാണെന്ന് തൃപ്തിയോട് കൂടി സ്വീകരിക്കുക. നമ്മൾ ആ കഥയ്ക്ക് വേണ്ട ആളാണെങ്കിൽ അഭിനയിക്കുക. അതെ, ഞാൻ യൂഷ്വലി ഇങ്ങനെ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ സിനിമ നല്ലതാണോ എന്ന് നോക്ക്. സിനിമ ചിലപ്പം നല്ലതാണോ ചീത്തയാണോ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്റെ ക്യാരക്ടറിന്റെ ആ സിനിമയിൽ എന്തുമാത്രം പക്ഷെ ആ നായിക ആവണമെന്നില്ല. നമുക്ക് ചെറിയൊരു വേഷമാണെങ്കിലും ആ സിനിമയിൽ ആ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കാറുണ്ട്. ഒരു നായികയായി വന്നതിന് ശേഷം ഇനിയുള്ള സിനിമകൾ ചൂസ് ചെയ്യുമ്പോൾ നായിക കഥാപാത്രം വേണമെന്നൊരു വാശിയൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഒട്ടുമില്ല. ഞാൻ ചെറിയ വേഷങ്ങളാണേലും ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ്. അങ്ങനെ ഒരു ചിന്താഗതി നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വീട്ടിലിരിക്കേണ്ട ഞാൻ ഇല്ല അങ്ങനെ. ഈ സുലേഖ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജാനകി ജാന എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്നോട് ആൾക്കാർ പറയും, എന്തിനാ ഇപ്പൊ സുലേഖയ്ക്ക് ശേഷം അതെന്തിനാ ചെയ്യുന്നേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷെ അതെ അതെ, എനിക്ക് ആ നോക്കിയപ്പോ ആ ക്യാരക്ടർ കുഴപ്പമില്ല. കാര്യം ആ സിനിമയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആ കഥാപാത്രം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് ആ കഥയിൽ അത് സൃഷ്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആ ക്യാരക്ടറിനെ ശ്രദ്ധിക്കും. ജാനകി ജാനയാണെങ്കിലും ഞാനും ഷറഫ്ക്കയും വരുന്ന പോർഷൻ മുതൽ കഥ പിന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പം അത് ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ അങ്ങനത്തെ വേഷങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതുമാണ്. അതെ, ആ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടർ എനിക്ക് അത് ഓക്കെ ആണ്, ആ സിനിമയ്ക്ക് ഞാനൊരു ഭാഗമാകുന്നത് ആ സിനിമയ്ക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതെ അതെ, വെറുതെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ ഒരിക്കലും ഞാൻ എടുക്കത്തില്ല. ഇതുപോലെ ഉറപ്പായിട്ട് അങ്ങനെ നായികയായിട്ട് മാത്രമേ ഞാൻ ഇനി സിനിമയിൽ ഉണ്ടാവുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഒത്തിരി ന്യൂജൻ ആളുകളുണ്ട് അല്ലെ, എല്ലാവരുമായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല? ഇല്ല അല്ലെ. അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആരോടെ ആയിരിക്കും? എനിക്കിപ്പോ എന്തായാലും ടോപ്പായിട്ട് നിൽക്കുന്നത് ടൊവിനോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൊവിനോടെ പടം ചെയ്യാൻ താല്പര്യമുണ്ട്. അതെ, ടൊവിനോ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ടൊവിനോയെ ആക്ച്വലി എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന. പുള്ളി മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് എന്റെ വാപ്പ ഫോട്ടോഗ്രാഫറാണ്. അപ്പം പുള്ളി ടൊവിനോന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് വനിതയ്ക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ ഞാൻ വെറുതെ പങ്കുവെച്ച. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ അല്ലേ? അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. അല്ല, അങ്ങനെയല്ല, ഉറപ്പായിട്ട് ഇപ്പം കുറച്ച് മുൻനിരയില്ല, കുറച്ച് ഹിറ്റ് പടങ്ങളൊക്കെ ഉള്ളത് ടൊവിനോയ്ക്കാന്ന് വിചാരിക്കുന്നു. അല്ല, ടൊവിനോയ്ക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ രീതിക്കാണെന്നുള്ളൂ. ടൊവിനോയ്ക്ക് വേറെ രീതി, എല്ലാവർക്കും ഓരോ രീതിയുണ്ട്. നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു മുൻനിര എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ടൊവിയാണ്, ടൊവിനോട് അഭിനയിക്കുന്നുള്ള ആഗ്രഹമുണ്ട്. കുറെ കുറച്ച് സിനിമകളാണെങ്കിൽ നമുക്ക് എന്നും ഓർത്തിരിക്കുന്ന സിനിമ ആനന്ദം തന്നെയായിരിക്കുമല്ലോ അല്ലെ. നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് അത് തന്നെയാണല്ലോ.
ഇനി നമ്മളിപ്പോ പുറത്തു പോകുമ്പോഴും ആളുകൾ വിളിക്കുന്നതും ആനന്ദത്തിലൂടെ ആയിരിക്കുമല്ലോ അതെ. അല്ലെ? ആ ഒരു പേര് മാറ്റപ്പെട്ടിട്ടുണ്ടോ ഇപ്പം സുലേഖ മനസ്സിലിന് ശേഷം? ഉണ്ട് ഉറപ്പായിട്ടുണ്ട്. കാര്യം ആ സമയത്ത് എല്ലാരും നമ്മൾ വന്ന് ചേച്ചി ആനന്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോഴും ആനന്ദം ഈ 6 വർഷം കഴിഞ്ഞിട്ടും 6-7 വർഷം കഴിഞ്ഞിട്ടും ആനന്ദം പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആക്ച്വലി. പക്ഷെ സുലേഖ ഇറങ്ങിയതിന് ശേഷം കുറെ ചെറിയ കുട്ടി ഫാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന 4-5 പഠിക്കുന്ന ചെറിയ കുട്ടികളില്ലേ, ഇവരൊക്കെയാണ് ഇപ്പം ഫാൻസ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പൊ ഈ കുട്ടികൾക്ക് പ്രോബ്ലി സുലേഖ ആയിരിക്കും അവർക്ക് കണക്ട് ആവുക, ആനന്ദമല്ല. അപ്പൊ ഇവരാണല്ലോ വളർന്നു വരുന്നത്. അപ്പൊ ഇവരെ നമ്മള് എന്നെ കണ്ടോ അയ്യോ ഹാല ചേച്ചി എന്നൊക്കെ വിളിച്ച്, ക്യാരക്ടറിന്റെ പേര് ഹാലാന്നല്ല, അപ്പൊ അങ്ങനെ വിളിച്ച് വരാറുണ്ട്. അപ്പം ആ ഒരു ആനന്ദത്തിന്റെ ഇത് മാറി ഇപ്പം സുലേഖ മെൻസിലെ ഹാല എന്നുള്ള ക്യാരക്ടർ വെച്ച ആൾക്കാർ ഇപ്പം വന്ന് പരിചയപ്പെടാറുണ്ട്. ഡാൻസ് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മാതാപിതാക്കളൊക്കെ വന്ന് പിന്നെ ഈ ജിൽജില് കാണാതെ അവൾ ഉറങ്ങൂല, ഭക്ഷണം കഴിക്കൂല. അതെ അതെ, ആ പാട്ടാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. അതെ അല്ലെ? അത് ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരു വേറെ റേഞ്ചിലേക്കാണ് മാറിയത്. അനാർക്കലിയുടെ മാറ്റം ആ പാട്ടിലാണ് ഉണ്ടായത്. സിനിമയിൽ അപ്പുറത്തേക്ക് ആ പാട്ടിലാണ് ഉണ്ടായത് അല്ലെ? ഇനിയിപ്പം കുറെ സിനിമകൾ ഉണ്ട് തോന്നുന്നു അല്ലെ? സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങാനുണ്ടല്ലോ സിനിമകൾ. ഏതൊക്കെ സിനിമ റിലീസിനുള്ളത്? ഗഗനചാരി എന്ന് പറഞ്ഞ പടം ഇറങ്ങാനുണ്ട്. പിന്നെ അർദ്ധരാത്രിയിലെ കൂടെ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങാനുണ്ട്. 2 സിനിമകൾ ഇറങ്ങാനുണ്ട്. വേറെ സിനിമകൾ അഭിനയത്തിലേക്ക് ഏതാണ് ഇനി കമ്മിറ്റ് ചെയ്തേക്കണം? തൽക്കാലത്തേക്കൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കഥ കേൾക്കുന്നത് ഭയങ്കര സെലക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എല്ലാം കേൾക്കാറില്ല. ഇതുപോലെ എല്ലാന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കഥ എന്ന് പറയുമ്പോ നമ്മളെ എല്ലാ ദിവസവും ആൾക്കാര് വെറുതെ കഥയൊക്കെ പറയാൻ വിളിക്കും. പ്രോബ്ലി പ്രൊഡ്യൂസേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ കഥയൊക്കെ അങ്ങനെ ജസ്റ്റ് ആ കഥയൊന്നും ഇപ്പം നമ്മള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് വരുമല്ലോ. അപ്പൊ അങ്ങനെ കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ റിസ്ക് ഒന്നും ഞാൻ എടുക്കാറില്ല. കാര്യം പിന്നെ നമ്മൾ ഉറപ്പായിട്ട് അങ്ങനത്തെ സിനിമകളിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ എന്തായാലും ഞാനായിരിക്കണമല്ലോ അത് കൊണ്ടുപോകേണ്ടത്. അപ്പോ അങ്ങനത്തെ റിസ്ക് ഒന്നും ഞാൻ എടുക്കാറില്ല. വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പടങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ട് തന്നെ എടുക്കാറുള്ളൂ. ഈ സിനിമാ മേഖല ഇപ്പൊ നല്ല പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പോകുന്നത്. പല പ്രശ്നങ്ങളൊക്കെ സിനിമാ മേഖലയിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ? വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. ഈ ലഹരി ഉപയോഗമൊക്കെ സിനിമയിൽ വർദ്ധിക്കുന്നു, ചില ആളുകൾ ലഹരി ഉപയോഗത്തിനായി വിലക്കപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു. അത്രയൊക്കെ കേൾക്കുമ്പോ എന്താണ് തോന്നുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സിനിമയെന്ന് മാത്രമല്ല, സകല ആൾക്കാരും പുറത്തുള്ള സിനിമയിൽ പുറത്തുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ ഇത് ഈ സിനിമയിലുള്ളവരെ മാത്രം സിനിമയെ ബാധിക്കുന്നുണ്ടെങ്കിലോ, ഷൂട്ടിംഗ് സമയത്ത് ബാധിക്കുന്നുണ്ടെങ്കിലോ? മോശമാണ് ഉറപ്പായിട്ടും. അത്രേ പറയാൻ. ഉറപ്പായിട്ട് അതന്നെ. അല്ല ഞാനത് ചോദിച്ചു. അല്ല ഞാൻ അതേ പറഞ്ഞേ, ഇത് നമ്മൾ തന്നെ ഉറപ്പായിട്ട് അത് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രവൃത്തികളും മോശമാണ്. ഡ്രഗ്സ് മാത്രമല്ല, എല്ലാം മോശമാണ്. അത് ഒരു സെറ്റിനെ മൊത്തം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. അനാർക്ക് അങ്ങനെ അനുഭവമില്ലുണ്ടോ? നമ്മൾ മേക്കപ്പ് ഇട്ട് ഇരുന്നിട്ട് നമ്മളെ കൂടെ അഭിനയിക്കുന്നത് വരാൻ വൈകി നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും അതിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സ്പേസ് എനിക്കില്ല. പ്രതികരിക്കാൻ സ്പേസ് ഇല്ല. നമ്മൾ സഹിക്കും. പിന്നെ സഹിക്കും. എത്രയോ മണിക്കൂർ ഇരുന്നാലും സഹിക്കേണ്ടതായി വന്നിട്ടുണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അത് പ്രൊഡ്യൂസർമാരോട് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇത്ര നേരമായി ഇരിക്കുന്നത്? നമ്മള് ലേറ്റ് ആവുന്നത് മുൻനിര നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പറയത്തില്ല. അല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പടത്ത് ഗെയിം, അത് ഞാൻ സഹിക്കും. അതൊക്കെയാണ് ഈ സിനിമയെ ബാധിക്കുന്നത്. അതെ, നമ്മൾ ലഹരിയുടെ അപ്പുറത്തേക്ക് ബാധിക്കുന്നത് ഇതൊക്കെയാണ്. ലഹരി ഒന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ ലേറ്റ് ആവാറുണ്ട്. അപ്പൊ എന്തിനാ വെറുതെ ലഹരി? ഒന്നും ഇല്ലാതെ വെറും സിഗരറ്റ് മാത്രം വലിക്കുന്നവരും സെറ്റിലേക്ക് വരാൻ ലേറ്റ് ആവാറുണ്ട്. അപ്പൊ ഇവരെ ഒന്നും ആരും വിലക്കുന്നില്ലല്ലോ. അപ്പൊ അതല്ല, ലഹരി മാത്രമല്ല,
ഇവർക്കും ഇവരെയും വിലക്കാം വേണമെങ്കിൽ, കംപ്ലൈന്റ് കിട്ടുന്നവരൊക്കെ വിലക്കാം. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും അല്ല, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കുറെ അല്ല, അതൊക്കെ അങ്ങനെയൊന്നുമില്ല. എല്ലാരും പിന്നെ എല്ലാ സെറ്റിലും ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചില സെറ്റുകളില് ലേറ്റ് ആയിട്ട് വരുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമയെ ബാധിക്കുന്ന ഒരു വിഷയമുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ മറ്റു വിഷയങ്ങൾ, നമ്മൾ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറിന്റെ വിഷയം ആണല്ലോ. ഈ സമയത്ത് നമുക്ക് ലേറ്റ് ഉണ്ട്, ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളവിടെ വരാൻ ബാധ്യസ്ഥനാണ്. ഒരു അഭിനയിക്കുന്ന ആരാണെങ്കിലും വരാൻ ബാധ്യസ്ഥനാണ്. അവർക്ക് വേണ്ടി മണിക്കൂർ, തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ സിനിമാ മേഖലയിൽ. അതൊക്കെയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ. എന്തായാലും ഈ സിനിമയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അല്ലെ, എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാട്ടുണ്ട്, പ്രൊമോ സോങ് ഉണ്ട് അല്ലെ. ഗായിക എന്ന നിലയിൽ ഒത്തിരി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഏറ്റവും ഒരു ഗായിക എന്ന നിലയിൽ അറിയപ്പെടണമെന്നായിരുന്നു ആഗ്രഹം കൂടുതലും? ആദ്യമൊക്കെ ആയിരുന്നു, ഒരു പാട്ട് പാടാനായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടവും, അതിനോടായിരുന്നു എഫേർട്ടൊക്കെ എടുത്തോണ്ടിരുന്നത്. എവിടെ പോയാലും ഇപ്പൊ പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ സിനിമയല്ല വേറെ സിനിമയിലെ പാട്ടൊക്കെ പാടുന്നു എന്നാ പറയണം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം സിനിമയിലൊക്കെ മറന്നു പോകും, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടി ആളുകളുടെ കയ്യിലെടുക്കും എന്നാ പറയുന്നത്. അങ്ങനെയല്ല, ആളുകൾക്ക് ഒരു ഓളം വേണം. ചിലപ്പോ ആ രീതിക്ക് ഒരു മൂഡ് പിടിക്കും അല്ലെ, കോളേജിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഏതിലൊക്കെ പാട്ട് നമ്മള് സിനിമയിൽ ഞാൻ അഭിനയിച്ച പടത്തിലെ തന്നെ പാട്ടുകൾ പാടുമ്പോ അതിങ്ങനെ അതിന്റെ ഒരു വീണ്ടും അതിന്റെ ഒരു പ്രൊമോഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മാറ്റിപ്പിടിക്കുന്നു. പക്ഷെ മറ്റുള്ളവരോട് ആ പാട്ട് തന്നെ പാടുമായിരുന്നു, നല്ലായിരുന്നു മറ്റുള്ളവർ ചിന്തിക്കും ചിലപ്പോ. അവര് ഇപ്പൊ കോളേജിലൊക്കെ പോകുമ്പോ ഇതുവരെ കഴിഞ്ഞ ദിവസം തല്ലുമലയുടെ പാട്ടാ പാടിയെന്ന് പറയാട്ടോ. ഞാൻ തല്ലുമല പാടുന്ന പ്രശ്നമില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോ അതിനുശേഷം അതേപോലെ ഹിറ്റായ ഒരു പടം സുലേഖ ബെൻസിലെ പാട്ടുകൾ. അപ്പം ഇത് മറ്റേ എവിടെ ആൾക്കാർ ഇത് കഴിഞ്ഞില്ലേ, സുലേഖ ബെൻസിൽ ഇറങ്ങി ഹോട്ട്സ്റ്റാറിൽ വന്നു, ഇതിപ്പോഴും കഴിഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് അത് മാറ്റി പിടിക്കാറുണ്ട്. ഞാൻ ഇതിനൊരു പ്രൊമോഷൻ സ്റ്റാർ എന്നുള്ള ഒരു പേര് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിനും മറുപടി ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒന്നും തൊടാതെ പോകുന്നു മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കൃത്യമായിട്ട് ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാനൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ചോദിക്കാതെ പോകുന്ന മോശമല്ലേ? ചോദിക്കണമല്ലോ. കാര്യങ്ങൾ ചോദിച്ചു, ഇനി നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അനാർക്കിലേക്ക് കിട്ടിയപ്പോ മാത്രമേ തലോടി വിട്ടു ശരിയല്ലേ? ഞാൻ നിങ്ങളായിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മൾ എല്ലാം ഇതിനും വരുന്നിട്ടുണ്ട്. നമ്മൾ ഇതിനും വരുന്നിട്ടുണ്ട്. ഏത് സിനിമയാന്ന് എനിക്ക് ഓർക്കുന്നില്ല. ആണോ? പക്ഷെ ഞാൻ മാത്രല്ല, ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ഗ്രൂപ്പാണ് നമ്മൾ ഈയിടെ കൂടെ ഒരു റീല്, നിങ്ങള് ദുബായിൽ എത്തിയിട്ട് എല്ലാരും ഞെട്ടുന്ന ഒരു വീഡിയോ.